പ്രൈസ് ദി ലോർഡ്. നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ, സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ, നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. ഈ പകലൻ ജീവിതത്തിൽ തെറ്റുപറ്റാതെ, ഈ പകലൻ ജീവിതത്തിൽ തെറ്റുപറ്റാതെ രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കരത്താൽ താങ്ങണേ, രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കരത്താൽ താങ്ങണേ. തേൻമൊഴി തൂകുന്ന നിന്റെ പൊന്മുഖം കാൺമാൻ, തേൻമൊഴി തൂകുന്ന നിന്റെ പൊന്മുഖം കാൺമാൻ അതിരാവിലെ ഉണർന്നെഴുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നേ, അതിരാവിലെ ഉണർന്നെഴുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നു. ദാനമായി നൽകിയല്ലോ, അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകല് കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ, അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ അല്പനിമിഷം ചിന്തിപ്പാൻ 34-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം, 34-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം, അവിടെ ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. സ്തോത്രം. ഒന്നുകൂടെ വാക്യം വായിക്കുന്നു: യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് ഇന്ന് പകലില് പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത്. 34-ാമത്തെ സങ്കീർത്തനം നമുക്കറിയാം, ദാവീദിൻ്റെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഒരു ഗാനമാണ് എന്ന് നമുക്ക് അവിടെ തലക്കൊട്ട് കാണാൻ കഴിയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദാവീദിനെ അബീമേലെക്കിന്റെ മുമ്പിൽ നിന്ന് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ സ്തോത്രം പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണെന്ന് തലക്കെട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദ് തന്നെയാണ്. ആമേൻ. വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു സങ്കീർത്തനമായി നമുക്ക് ഈ സങ്കീർത്തനത്തിനെ കാണാൻ കഴിയുന്നു. അപ്പോൾ തന്നെ ഈ 34-ാമത്തെ സങ്കീർത്തനവും 35-ാമത്തെ സങ്കീർത്തനവും നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ ഇതിനകത്ത് രണ്ട് സങ്കീർത്തനത്തിനകത്തും വളരെ വ്യത്യസ്തമായ തലത്തിലുള്ള തൻ്റെ പ്രാർത്ഥനയും ദൈവം തനിക്ക് വേണ്ടി ചെയ്ത നന്മകളെയൊക്കെ ഇതിനകത്ത് വർണ്ണിച്ച് താൻ പാടുകയാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്നത് യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്നാണ്. ദാവീദിന് നല്ലവണ്ണം മനസ്സിലായി. സ്തോത്ര, കർത്താവിൻ്റെ ദൂതനാണ് അബീമേലെക്കിന്റെ മുൻപിൽ ഇറങ്ങിയത് എന്ന്. സ്തോത്രം. പല സാഹചര്യത്തിലും ദൈവം ദാനിയേലിനെ സ്തോത്രം വിടുവിച്ചതുപോലെ ഈ ദാവീദിനെയും ദൈവം അതുപോലെ തന്നെ സ്തോത്രം വിടുവിച്ച് പുറത്തെടുത്തു. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന്റെ ജീവിതത്തിൽ നോക്കാമെങ്കിൽ അവനെതിരെ കള്ളരേഖകളൊക്കെ എഴുതി വെച്ചു. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ദാവീദ് പലപ്പോഴും സ്തോത്രം ആഗ്രഹിച്ച ഒരു സ്ഥാനമല്ല രാജസ്ഥാനം. എപ്പോഴാണോ ദാവീദ് രാജസ്ഥാനത്തേക്ക് കടന്നു വന്നത് ആ സമയം മുതൽ ദാവീദിന്റെ നേരെ ഒത്തിരി പ്രതികൂലങ്ങൾ, ശത്രു രാജ്യങ്ങൾ അഴിച്ചുവിട്ടു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ
34 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ കണ്ണ്, പ്രൈസ് ദി ലോർഡ്, നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആമേൻ, ഭക്തന്മാരുടെ നിലവിളിക്ക് വേണ്ടി കർത്താവിൻ്റെ ചെവി തുറന്നിരിക്കുന്നു എന്നാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഒരിക്കലും ആമേൻ ദൈവം തൻ്റെ ഭക്തന്മാരുടെ നിലവിളി കേൾക്കാതെ പോകുന്ന ദൈവമല്ല. എന്നാൽ ഈ ആമേൻ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, ആമേൻ കഴിഞ്ഞ ദിനരാത്രികളിലോ കഴിഞ്ഞ പ്രഭാതങ്ങളിലോ മധ്യാഹ്നങ്ങളിലോ ഒക്കെ ദൈവദാസന്മാർ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ തന്നെ 17 വാക്യത്തിൽ ഒന്നുകൂടെ ദാവീദ് ദൈവത്തെ വർണ്ണിക്കുകയാണ്. നീതിമാന്മാർ യഹോവയെ നിലവിളിച്ചു. ആമേൻ, സ്തോത്രം. എന്ത് ചെയ്യുന്നത്? നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു എന്നാണ്. സ്തോത്രം. ഒന്ന്, നീതിമാന്മാർ നിലവിളിച്ചത് വേറെ ആരോടുമല്ല, യഹോവയോടാണ് നിലവിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീതിമാന്മാർ യഹോവയോട് നിലവിളിക്കുമ്പോൾ, സ്തോത്രം, അപ്പോൾ ദൈവത്തോട് നിലവിളിക്കുന്ന ഓരോ അഭിഷിക്തന്മാരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും വാഴ്ത്തത്വങ്ങളും ഈ പ്രഭാതത്തിലും ദൈവത്തിന് ചെയ്യാൻ കഴിയും. ആമേൻ. ഇവിടെ നീതിമാന്മാർ നിലവിളിച്ചത് ആരോടെന്നറിയാമോ? യഹോവയോട്. ആമേൻ. യഹോവ കേട്ടു, കേട്ട് സകല കഷ്ടങ്ങളിൽ നിന്നും അവരെന്ത് ചെയ്തു? വിടുവിച്ചു. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവസന്നിധിയിൽ വിഷയങ്ങളുടെ മുമ്പിൽ നിലവിളിയോടെ ആയിരിക്കുന്നു എങ്കിൽ, ചിലര് കരഞ്ഞ് പറയാറുണ്ട്, കർത്താവേ, നീ എൻ്റെ കഷ്ടത കണ്ടില്ലല്ലോ, കാണുന്നില്ലല്ലോ, എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലല്ലോ, എൻ്റെ നിലവിളിക്ക് നീ ചെവി തുറന്നു തരുന്നില്ലല്ലോ എന്നൊക്കെ പലരും പറയാറുണ്ട്. ഞാനും ഇതുപോലെ പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതല്ല അതിൻ്റെ സത്യം. ഇവിടെ സ്തോത്രം, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. പ്രൈസ് ദി ലോർഡ്. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. എന്നാൽ 18 വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. സ്തോത്രം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. ദാവീദിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവന് നേരെ ശത്രു കോട്ട കെട്ടി, വാടകോരി, അവനെതിരെ വേലി കെട്ടി, അവനെതിരെ വല വിരിച്ചു. നീതിമാനെ തകർത്ത് കളയും. ഒന്നുകിൽ അപകടത്തിൽ കൂടെ, ഇല്ലെങ്കിൽ സ്തോത്രം, പല നിലയിൽ ശത്രു പല നിലയിൽ നീതിമാന് നേരെ കോട്ട കെട്ടിയപ്പോഴും വിശുദ്ധന്മാർ കാഹളമൂതുമ്പോൾ കോട്ടകൾ തകർന്നു വീഴുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ഒരിക്കലും മറന്നു പോകരുത്. ഹൃദയം നുറുങ്ങിയ വ്യക്തികൾക്ക് യഹോവ സമീപസ്ഥനാണ്. സ്തോത്രം. ദാവീദ് തല ഛേദിക്കപ്പെടുമെന്ന് തിരിഞ്ഞപ്പോൾ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പ്രസൻസ് ദാവീദിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ ദാവീദിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. 20 വാക്യം അവൻ പാടുകയാണ്, അവൻ്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയില്ല. അവൻ്റെ ഗാനമാണ്. അപ്പോൾ ഈ സ്തോത്രം 22 വാക്യം വരെയും ദാവീദിൻ്റെ പാട്ടാണ്. സ്തോത്രം. അവൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചാട്ടവാറിൻ്റെ അടിക്കാൻ ഏൽപ്പിക്കുകയോ, അവനെ സ്തോത്രം അല്ലാതെ വടി കൊണ്ടടിക്കാൻ ഏൽപ്പിക്കുകയോ, തുറുങ്കിലടയ്ക്കാൻ ഏൽപ്പിക്കുകയോ, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ മേൽ കുറ്റം ചുമത്തുവാനോ ഒന്നും കഴിയാതെ അബീമേലെക്കിൻ്റെ മുൻപിൽ നിന്ന് അവനെ ആട്ടിക്കളഞ്ഞു.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ അഭിമേലേക്ക് ചോദിക്കുക, ഈ ഭ്രാന്തനെ കിട്ടിയുള്ളൂ നിങ്ങൾക്ക്? വേറെ ആരും ഈ പട്ടണത്തിലില്ലേ? ഇവൻ മാത്രമാണ് ഇവനെ കിട്ടിയുള്ളൂ എന്നൊക്കെ ചോദിച്ച് ആമേൻ അവിടെ വളരെ ആക്ഷേപം ഉയർത്തുകയാണ്. ശ്രദ്ധിക്കുക, ദൈവം ഒരു മനുഷ്യനെ വിടുവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും തടുക്കുവാൻ കഴിയില്ല. ദൈവം ഒരു മനുഷ്യന് വേണ്ടി എണീറ്റ് കഴിഞ്ഞാൽ, ആമേൻ, ദൈവം ഒരുത്തന് വേണ്ടി, ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം എണീറ്റാൽ ആർക്കും തടയാൻ കഴിയില്ല. അതാണ് വചനം നമ്മെ വ്യക്തമാക്കുന്നത്. യഹോവ എണീക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ ഈ പ്രഭാതത്തിൽ എണീക്കുന്നു. ആമേൻ. ദൈവഭക്തയെ, നിങ്ങളുടെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. നിങ്ങൾ ഇതുവരെ കാണാത്ത ശത്രുക്കൾ, ആമേൻ, നിങ്ങൾ ഇതുവരേക്ക് ഫേസ് ചെയ്യാത്ത ശത്രുക്കൾ, അണിയറയിൽ പ്രവർത്തിക്കുന്ന ശത്രുക്കൾ എല്ലാം ഇന്ന് പ്രഭാതത്തിൽ ചിതറിപ്പോകുന്നു എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കിക്കേ, അവിടെ അടുത്ത് 21-ാമത്തെ വാക്യം ദാവീദ് പാടുകയാണ്. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. നീതിമാനെ പകയ്ക്കുന്നവൻ ശിക്ഷ അനുഭവിക്കും. ആമേൻ. നിന്റെ എല്ലാ ഊർജത്തെയും വലിച്ചെടുത്തിട്ട് നിന്നെ ഒരു കരുവേപ്പല പോലെ തള്ളിക്കളയുന്ന ദുഷ്ടന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ? അവർ അനുഭവിക്കാൻ എന്തനുഭവിക്കും? ശിക്ഷ അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവപൈതലേ, ഈ പ്രഭാതം നിന്റെ ജീവിതത്തിൽ ജയത്തിൻ്റെ ഒരു ഗാനമായിരിക്കട്ടെ, ഒരു പാട്ടായിരിക്കട്ടെ. സ്തോത്രം. അതാണ് ആമേൻ 22-ാമത്തെ വാക്യത്തിലേക്ക് ഒരു പറയുക, യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. ഹല്ലേലൂയ. താൻ ഇഷ്ടപ്പെടുന്നവരെ, തന്നോട് പ്രാർത്ഥിക്കുന്നവരെ, ആമേൻ, തനിക്ക് വേണ്ടി നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകലിൽ ദാവീദിനെ മരണത്തിൽ നിന്നും, അവൻ്റെ ജീവിതത്തിലെ ന്യായവിധിയിൽ നിന്നും, അവൻ്റെ ജീവിതത്തിനകത്ത് വന്ന പ്രതികൂലങ്ങളിൽ നിന്നും ദൈവം ദാവീദിനെ വിടുവിച്ച് പുറത്തെടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് എന്ന് ചോദിച്ച് ഈ പ്രഭാതത്തിൽ മുൻപിലോട്ട് പോകാൻ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്ന ദൈവകുഞ്ഞെ, ഇവിടെ 7-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. എന്നാൽ 10-ാമത്തെ വാക്യം പറയുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ആമേൻ ഒരു നന്മയ്ക്കും കുറവില്ല. സ്തോത്രം. ഇന്ന് പകലില് ഈ പ്രഭാതത്തിൽ കർത്താവിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം. കർത്താവെ, ജനത്തെ ദൈവം മാനിക്കണം. അവരുടെ യാത്രകളിൽ, ശുശ്രൂഷകളിൽ, വാഹനങ്ങളിൽ, അവജീവന വഴികളൊക്കെ ദൈവം സൂക്ഷിക്കണം, പരിപാലിക്കണം. അങ്ങോട്ട് യാചന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.